ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അവർ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തി നേരത്തെ എന്തായിരുന്നോ, അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്വഭാവ രീതിയോ അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷനോ ഒക്കെ എന്തായിരുന്നോ അതിനെല്ലാം ഒരുപാട് മാറ്റം വന്നിരിക്കുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പഴയ പ്രതാപശാലി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സണായിരുന്നു ഈ ഒരു വ്യക്തിയെങ്കിൽ, മെയിലാണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടൊരു ഇൻറ്റഗ്രിറ്റിയൊക്കെ മുറുകെ പിടിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കിന് എല്ലായിടത്തും ഒരു വാല്യൂ വേണം എന്നൊക്കെ കരുതി ആ ഒരു രീതിയിൽ തൻ്റേതായിട്ടുള്ളൊരു പൊസിഷൻ സൃഷ്ടിച്ച് നിന്നിരുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അവരുടെ ഒരു കരിയർ വൈസൊക്കെ ആ ഒരു രീതിയിൽ നിന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഒരു സൊസൈറ്റിയിൽ ഒരു അവരുടേതായിട്ടുള്ളൊരു നിലപാടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പഴയ പ്രതാപശാലി എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതി ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ടോട്ടലി ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റം അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു പഴയ രീതിയിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നല്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ആരെയും പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, പെട്ടെന്ന് ആരെയും വകവെച്ച് കൊടുക്കാത്ത തരത്തിലുള്ള ഒരു എനർജി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകളോ മിസ്റ്റേക്സോ ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്നൊന്നും അവർ സറണ്ടർ ആവില്ല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വാദിച്ച് നിന്നു എന്ന് വരാം. അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് കറൻറ്റ്ലി നിങ്ങൾ തമ്മിലൊരു കോൺടാക്റ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. കോൺടാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർ കൂടുതൽ അവൈലബിൾ ആവുന്നുണ്ടാവില്ല. ആ ഒരു തരത്തിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ എന്താണോ ഇവർ റിയൽ ആയിട്ടുള്ളത് ആ ഒരു രീതിയിലേക്ക് ഇവർക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു വളരെ സൈലൻ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ കുറച്ച് മടിയുള്ള പേഴ്സണാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ദേഷ്യമോ വാശിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുന്ന ഒരു പേഴ്സണാണെന്ന് പറയാൻ സാധിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏത് ലെവൽ വരെ അവർ താഴാൻ മടിയില്ലാത്തൊരു പേഴ്സണാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് തീർച്ചയായിട്ടും കീപ്പപ്പ് ചെയ്ത് മാത്രമേ ഈ ഒരു പേഴ്സൺ നിൽക്കുള്ളൂ. ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവർ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ പെരുമാറുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. വായു തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു രീതിയിലേക്കൊന്നും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും പോവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഏതറ്റം വരെയും പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ച് പിടിവാശിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയും ഒന്ന് താഴ്ന്നു കൊടുക്കാൻ മടിയുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളെ കൂടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൂടാതെ മറ്റൊരു എനർജിയും കൂടി നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പുള്ള ആൾക്കാരുടെ ഒരു റീഡിംഗ് ആണിത് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു ഫിഗറും കൂടി നമുക്കിതിനകത്ത് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു തോട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഏതോ തരത്തിലുള്ള ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതായത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പേഴ്സൺ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്നൊരു സമയത്ത് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലാവാം. ചില സമയത്ത് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസം തകർന്നു പോകുന്നതും ഒരു തകർച്ചയാണ്.
നമ്മളിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ആ ഒരു പേഴ്സൺ നമ്മൾ വിചാരിച്ച പോലെയുള്ള വ്യക്തിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ചതിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു വ്യക്തി എന്നെ ചതിച്ച് കളയും എന്നുള്ളത്. പക്ഷേ ഓർക്കാപ്പുറത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, നമ്മൾ ടോട്ടലി തകർന്നു പോകുന്നൊരവസ്ഥ. ഇനി വേറെ ചിലർ കാണുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു തകർച്ചയായിരിക്കാം, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിനകത്ത് സംഭവിക്കുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. അപ്പോൾ അതുപോലെയുള്ള അവർ പോലും ഒട്ടും കരുതിയിരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു തകർച്ച ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കറൻലി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഡിസപ്പോയിൻറ്റഡ് ആണെന്നുള്ളത് പറയാം. അതുമാത്രമല്ല അവർക്ക് ഭയങ്കരമായിട്ടൊരു ഹാർട്ട് പെയിൻ ഉണ്ട്. പക്ഷെ അത് അവർ ആരോടും ഷെയർ ചെയ്യുന്നില്ല, അവർ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ആ ഒരു എനർജിയാണ്. എത്രത്തോളം വിഷമോ സങ്കടം ഉണ്ടായിക്കഴിഞ്ഞാലും മറ്റാരോടും അത് പറയാതെ സ്വയം മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ആ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ എന്തോ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതൊരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി മൂലം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ടവർ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ആ ഒരു പേഴ്സണിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ പല കാർഡ്സിലും കാണാം ഒരു നിരാശാഭാവമാണ്, അല്ലെങ്കിൽ തീർത്തും ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടുള്ളൊരു വേദന, നഷ്ടബോധം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവർക്കിവിടെ ചിലപ്പോൾ നഷ്ടബോധം എന്നുള്ള ഒരു ഫാക്ടർ തോന്നുന്നത് നിങ്ങളോടായിരിക്കും. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് പറയാം. ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ എന്തായിരുന്നു, അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഇവരുടെ ലൈഫിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടൊരു സ്ഥാനവും, അല്ലെങ്കിൽ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു കടുംപിടുത്തവും ഒരു പിടിവാശിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എന്താണ്, അവരുടെ ഒരു പെയിൻ എന്താണ് എന്നുള്ളത് മറ്റാർക്കും അറിയണമെന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു ഫേസ് മാസ്ക് ഇട്ടാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് പരിചയമുള്ളവരുടെ മുൻപിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോഴും എന്ന് കാണിക്കാനായിരിക്കും ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളോ ടവർ സിറ്റുവേഷൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അവർ ആരോടും പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കറൻലി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ സ്പൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇവരുടെ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇവർ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ഇവർ സ്റ്റേറ്റസ് ഇട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടോ ഒന്നും ആരെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ഈ ഒരു പേഴ്സൺ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്, ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ലൈഫ് പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായേക്കാം. കാരണം സ്വന്തം വിഷമം അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ അതെല്ലാം ഈ ഒരു പേഴ്സൺ ഒരു ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും ചിരിച്ച് നേടാൻ സാധിക്കുന്ന ചില ആൾക്കാരുണ്ട്. പലരും ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത് ഓരോ രീതിയിലാണ്. ചിലർ വളരെ പ്ലസൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ചിരിച്ച മുഖത്തോടു കൂടി ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ സാധിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ദേഷ്യപ്പെട്ടിട്ട് സാധിപ്പിച്ചെടുക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ പൊളൈറ്റായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വളരെ സ്നേഹം കാണിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഉറച്ചൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഉറച്ചൊരു തീരുമാനം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഡിറ്റർമിനേഷൻ എന്താണോ, അല്ലെങ്കിൽ അത് നേടാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് എന്താണോ അത് നേടാനായിട്ട് അങ്ങേയറ്റം വരെ പ്രയത്നിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. അതുമാത്രമല്ല ഇവർ ഇമോഷൻസിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലൈഫിൽ മറ്റു പല കാര്യങ്ങൾക്കായിരിക്കും. പ്രത്യേകിച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ വളരെയധികം താല്പര്യമുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു ബിസിനസ് മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കണ്ണുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു അധികാരം കാണിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാം. എന്തിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണക്ഷൻസോ, അല്ലെങ്കിൽ അവരുടെ തൊഴിലിലോ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു അധികാര മനോഭാവത്തോടു കൂടി, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ അണ്ടറിലായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാവാനുള്ളൊരു സാധ്യതയുണ്ട്.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണൊപ്പമുള്ള ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സമായിട്ട് നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ട് മാത്രമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ തീർത്തും ഒരു ലെസ് കോൺടാക്റ്റിലേക്കോ എല്ലാം പോയിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി എനർജി കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവരെ വളരെയധികം കണ്ണുടച്ച് ട്രസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഈ ഒരു പേഴ്സൺ പറഞ്ഞത് വിശ്വസിച്ച് പോയിട്ടുള്ള വ്യക്തിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയോട് നല്ല രീതിയിലുള്ള ഒരു ദേഷ്യമുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ദേഷ്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വൈരാഗ്യം എന്നുള്ള ആ ഒരു വേർഡായിരിക്കും കൂടുതൽ ആപ്റ്റ് ആവുക. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ടവർ സിറ്റുവേഷനും കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടി മൂലമായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു തേർഡ് പാർട്ടീനെ ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പേഴ്സൺ ആണ് എന്നുള്ളൊരു തോന്നലായിരിക്കാം. തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫൈറ്റിംഗ് ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ അത്രയധികം മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു മടുത്തിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു എനർജി മാത്രമല്ല, തീർച്ചയായിട്ടും ഇവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആയിക്കോട്ടെ, അതിനോട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് തേർഡ് പാർട്ടിയോട് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വെറുപ്പാണ്. ഒരുപക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് നിങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാതെയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തീർത്തും തള്ളിക്കളഞ്ഞ് തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എനർജി ആരാണെന്നുണ്ടെങ്കിലും, ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും, ഫാമിലി ആണെന്നുണ്ടെങ്കിലും, ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാക്കുകൾ കൺസിഡർ ചെയ്യാതെ ആയിരിക്കാം അവരതിനകത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിനകത്തൊക്കെ ആ ഒരു പേഴ്സൺ നല്ല രീതിയിലുള്ളൊരു റിഗ്രറ്റ് ഉണ്ട്, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, എല്ലാം നമുക്കിവിടെ കാണാം. പക്ഷേ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ദേഷ്യവും വെറുപ്പുമാണ്. അതുതന്നെയാണ് അവരുടെ ഒരു എനർജിയിൽ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളെത്ര ബെറ്റർ ആയിരുന്നു, ഈ ഒരു തേർഡ് പേഴ്സണേക്കാളും എത്രയോ നല്ലതായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് ഇവർ ചിന്തിക്കുന്നത് പോലും ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴുള്ള സിറ്റുവേഷൻ കൊണ്ടാണ്. അതായത് ഇതിനകത്ത് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനിലോ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം ഈ ഒരു എനർജി ഇതിനകത്ത് കടന്ന് പുകയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ തിരിച്ചറിയാമെന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ലൈഫിൽ നമ്മളത് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് അവരെല്ലാം എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അവരുടെ റോൾ എന്തായിരുന്നു, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണോ അവർ നമ്മളെ കണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെയാണ് ഇങ്ങനൊരു അവസരം കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൊരു ഹൈലൈറ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് യാതൊരുവിധ താല്പര്യമില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചധികം ഒരു വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ ദേഷ്യമുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു ലൈഫിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ്സ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്കതൊരു ഒരു ഹെവി റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവേദനയാണ് എന്നുള്ളത് പറയാം. ചിലപ്പോൾ നേരത്തെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളൊരു ടൈമിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവർ അത്യാവശ്യം ഈഗോയിസ്റ്റിക് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രീഡം ലവറാണ്. തീർച്ചയായിട്ടും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അവരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്തുന്നതൊന്നും അവർ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവരെ കൺട്രോൾ ചെയ്യുകയാണോ എന്നുള്ളൊരു തോന്നലിലേക്കെല്ലാം ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മളുടെ കയ്യിലിരുന്നതാണല്ലോ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകാനോ അല്ലെങ്കിൽ അത്രയും തരം താഴുന്ന ഒരു രീതിയിലേക്ക് പോകാനോ ചാൻസ് ഉള്ളൊരു പേഴ്സൺ അല്ല.
അതായത് ഇപ്പോൾ അവർക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുക, അല്ലെങ്കിൽ അത്രയും തരം താഴ്ന്ന രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊന്നും അവർ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിനകത്താണ് അവരിപ്പോൾ ഉള്ള അവരുടെ ഒരു ദേഷ്യവും അമർഷവും സങ്കടവും ഒക്കെ സൂക്ഷിച്ചിട്ടുള്ളതെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയോട് അവർക്കൊരു വൈരാഗ്യ ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ അവസരം വരുമ്പോൾ പണി കൊടുക്കുന്ന വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവാം, ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു മൈൻഡിലുള്ള ചിന്ത എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വൈഫാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം, വിവാഹത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു എന്താ പറയുക, ഒരു സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാമായിരിക്കാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്നുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഒരു വിലയും നിലയും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു റെസ്പെക്റ്റ്, നമ്മൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെ ആ ഒരു റെസ്പെക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിനകത്ത്. നമുക്കത് കിട്ടുകയും വേണം, നമ്മളത് കൊടുക്കുകയും വേണം. അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ പോവുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് അങ്ങനെയുള്ള ആ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാനുള്ളൊരു സാധ്യതയില്ല. അതായത് നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഇവരുടെ വാക്കുകൾ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് കൂടുതലൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ഒരു ബോസിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അധികാര സ്വഭാവം കാണിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ അവരുടെ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ട് ചിരിച്ച് നിൽക്കുന്ന, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയുന്ന രീതിയിലൊക്കെ നിന്നിട്ടുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഒരു റിയൽ ക്യാരക്ടർ അല്ലെങ്കിൽ റിയൽ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചധികം അധികാരം കാണിക്കുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു ലീഡർഷിപ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കും അവർ. ഒരിക്കലും അവരുടെ മുകളിലേക്ക് മറ്റൊരു പേഴ്സൺ, അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും കയറാനായിട്ട് അവർ സമ്മതിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു പ്രവണതയും ഈ ഒരു പേഴ്സൺ കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് വളരെയധികം ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ വൈരാഗ്യം തോന്നുന്ന ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞതുപോലെ അത്രയധികം തരം താഴ്ന്ന രീതിയിലേക്ക് പോരാത്തൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും അത് വിളിച്ചു പറയാനോ അല്ലെങ്കിൽ സ്വയം നാണം കെടാനോ ഒന്നും അവർ നിൽക്കുന്നില്ല. പക്ഷേ അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പകരം ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൺട്രോളിലൊന്നും അവർ നിൽക്കാനൊന്നും പോകുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഇങ്ങനെ പോയി പോകും എന്നുള്ള ഒരു രീതിയിൽ വരുന്ന ഒരു റിലേഷൻഷിപ്പേ അല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരും. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് പോലെയാണ് വരുന്നത്. ഒരു ആവേശത്തോടു കൂടി ഓടി വരുന്നില്ല, കുറച്ച് മെച്യൂറായിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. പക്ഷേ നിങ്ങളിലേക്ക് വീണ്ടും വരാനും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറച്ച് സ്ലോലി ആണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഈ ഒരു പേഴ്സണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ട് ഇവർക്ക് എന്നുള്ളത് തന്നെ പറയാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലൊക്കെ ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇനി ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഇവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഇതിന് താല്പര്യമില്ല എന്ന് നിങ്ങൾ പറയുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ആശങ്ക ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് അതേ നാളെ നിലനിൽക്കരുത്, അല്ലെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവസാനിപ്പിച്ചിറങ്ങി പോരണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണുന്നത്. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് വളരെ സ്റ്റഡി ആയിട്ട് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജീസ് കാരണം റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുക. അതുപോലെ തന്നെ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം, ഇവർ തമ്മിൽ യോജിച്ച് പോകുന്ന ഒരു എനർജിയിലോ കാര്യങ്ങളിലോ ഒന്നും ആയിരിക്കണം എന്നില്ല. ഇപ്പോഴും നിങ്ങൾ കരുതുന്നതും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ഈ ഒരു വ്യക്തി എന്നുള്ളൊരു ധാരണയിലായിരിക്കാം നിങ്ങൾ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ.
സോ നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അവർ തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളെല്ലാം നിങ്ങൾക്കും തോന്നുന്നുണ്ട്, നിങ്ങൾക്കും യൂണിവേഴ്സായിട്ട് അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക, ആ ഒരു രീതിയിൽ തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.